പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് അതിരാവിലെ നാം എണീറ്റ് കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 5 കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ അതിരാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 10 കാര്യങ്ങളുമാണ്. ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകള് ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങള് അകറ്റി തരട്ടെ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നാം ചൊല്ലിയ ഹംദിന് പകരമായി നമ്മളെ ജീവിതത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മൾക്ക് ചെയ്തു തരട്ടെ. പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഹംദ് പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിൽ എഴുതി വിടുക. ആരൊക്കെയാണ് ഹംദ് പറഞ്ഞത് എന്ന് ഉസ്താദിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്. നമ്മൾ അറിഞ്ഞിരിക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇസ്ലാം കാര്യം എത്രയാണ് എന്നുള്ളത് ചെറിയ കുട്ടികൾക്ക് വരെ അറിയാം, വലിയവർക്കും അത് അറിയണം. നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചതാണ്. ഇസ്ലാം കാര്യം എത്രയാണ് എന്നുള്ളത് അറിയുന്ന ആളുകൾ അതൊന്ന് കമന്റിൽ എഴുതി വിടുക. ഇത് മുഴുവനായി എഴുതാൻ കഴിയുന്ന ആളുകൾ കമന്റിൽ എഴുതി വിടുക. വലിയ ബറക്കത്താണ്, വലിയ പോരിശയാണ്. പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് നടക്കാറുണ്ട്. സലാത്തുൽ ഫാത്തിഹ ചൊല്ലാറുണ്ട്. 5 മഹാന്മാരുടെ പേരിൽ ഫാത്തിഹ ഓതിയിട്ടാണ് നമ്മളെ മജ്ലിസ് തുടങ്ങാറുള്ളത്. മുത്തുനബിയുടെ പേരിലും മുഹിയുദ്ദീൻ ശൈഖിന്റെ പേരിലും അജ്മീർ ഖാജ തങ്ങളുടെ പേരിലും CM വലിയുള്ളാഹി തങ്ങളുടെ പേരിലും മരണപ്പെട്ടവരുടെ പേരിലുമാണ്. ഇൻഷാ അല്ലാഹ് ഇവരുടെയൊക്കെ ബറക്കത്ത് നമ്മളെ മജ്ലിസിൽ ഉണ്ട്. ഒരുപാട് ആളുകൾക്ക് ആ മജ്ലിസ് കൊണ്ട് വലിയ പോരിശ ലഭിക്കുന്നുണ്ട്, വലിയ ഫലം ലഭിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. ടെൻഷൻ മാറാൻ, പ്രയാസങ്ങൾ മാറാൻ, ദുഃഖം മാറാൻ ഉസ്താദെ നമ്മളെ രാവിലത്തെ മജ്ലിസിൽ പങ്കെടുക്കലാണെന്ന് ഒരുപാട് ആളുകൾ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളും ആ മജ്ലിസിൽ പങ്കെടുക്കുക, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. രാവിലെ 6 മണിക്ക് പങ്കെടുക്കാൻ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്ത് ആ മജ്ലിസിൽ ഒന്ന് പങ്കെടുത്തു നോക്ക്, നല്ല ഫലം ലഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം ചർച്ച ചെയ്യുന്നത് അതിരാവിലെ നാം എണീറ്റ് കഴിഞ്ഞാൽ, ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 5 കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 10 കാര്യങ്ങളുമാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതിരാവിലെ എണീറ്റാൽ നാം ചെയ്യാൻ പാടില്ലാത്ത 1ാമത്തെ കാര്യം, സാധാരണ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇത്ര സമയത്ത് എണീക്കണമെന്നുള്ള ഒരു ചിന്തയുണ്ടാകും. 5 മണിക്ക്, അതല്ലെങ്കിൽ 4 മണിക്ക്, അതല്ലെങ്കിൽ 4:30 മണിക്ക് എണീക്കണമെന്നുള്ള ഒരു ചിന്ത നമ്മൾക്ക് ഉണ്ടാകും. അങ്ങനെ നമ്മൾ അലാറം സെറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ അലാറം സെറ്റ് ചെയ്ത് 5 മണിക്ക് നമ്മൾ അലാറം അടിക്കുന്ന സമയത്ത് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അലാറം ഓഫ് ആക്കിയിട്ട് ഒരിക്കലും ഉറങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ചില ആളുകൾ ചെയ്യാറുണ്ട്. 5 മണിക്ക് അലാറം വെക്കും, അലാറം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഓഫ് ആക്കിയിട്ട് പിന്നെ മറ്റൊരു സമയം സെറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവനും നമ്മൾക്ക് മടിയായിരിക്കും. എന്ത് കാര്യം ചെയ്യാൻ പറഞ്ഞാലും പിന്നെ ചെയ്യാം, പിന്നെ ചെയ്യാം എന്നുള്ള ഒരു ചിന്ത, ഒരു തോന്നല് നമ്മളെ മനസ്സിലുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഒന്നുകൂടെ ഉറങ്ങട്ടെ, പിന്നെ എണീക്കാം എന്നുള്ള ചിന്ത നമ്മളെ മനസ്സിൽ വരാൻ പാടില്ല എന്നുള്ളതാണ് 1ാമത്തെ കാര്യം. 2ാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും ശരിക്ക് ശ്രദ്ധിച്ചോ. ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ ചാടി എണീറ്റുകൊണ്ട് ഉടനെ നടക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് ഡോക്ടർമാരൊക്കെ പറയുന്ന ഒരു വിഷയമാണ്. ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ അവിടെ തന്നെ കിടക്കുക. 1 മിനിറ്റോ 2 മിനിറ്റോ കഴിഞ്ഞിട്ടാണ് ഉറക്കത്തിൽ നിന്ന് എണീറ്റ ഉടനെ നമ്മൾ നടക്കാൻ പറ്റൂ എന്നാണ്
വിദഗ്ധന്മാരായ ഡോക്ടർമാർ വരെ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാതെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ ഉടനെ സ്പീഡിൽ നടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് തല കറങ്ങാനും അതുപോലെ തന്നെ ക്ഷീണം വരാനും സാധ്യതയുണ്ട്. നമ്മളുടെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വരെ നിൽക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഉറക്കത്തിൽ നിന്ന് എണീറ്റ ഉടനെ നടക്കാതെ 1 മിനിറ്റോ 2 മിനിറ്റോ കണ്ണു തുറന്ന് കിടക്കുക. അതിനുശേഷം സാവധാനം എണീറ്റുകൊണ്ട് അവിടെ ഇരിക്കുക. ഇരുന്ന ശേഷം കൈകാലുകളൊക്കെ ഒന്ന് അനക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷമാണ് സാവധാനം നടക്കേണ്ടത്. അല്ലാതെ ഉറക്കത്തിൽ നിന്ന് നമ്മൾ എണീറ്റ ഉടനെ സ്പീഡിൽ നടന്നു കഴിഞ്ഞാൽ ഹൃദയമിടിപ്പ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നട്ടെല്ലിന് സമ്മർദ്ദം ഉണ്ടാവുകയും തല കറങ്ങാനും വീഴാനും സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ മറ്റൊരു കാര്യമാണ്, നെഗറ്റീവ് വാർത്തകൾ കേൾക്കാനോ പറയാനോ പാടില്ല. ചില ആളുകൾ രാവിലെ എണീറ്റാൽ അടുക്കളയിൽ പോയി ഭാര്യമാരോട് വഴക്കിടുന്നവരുണ്ട്, മക്കളെ ചീത്ത പറയുന്നവരുണ്ട്, മാതാപിതാക്കളോട് ദേഷ്യപ്പെടുന്നവരുണ്ട്. അങ്ങനത്തെ ഒരു സ്വഭാവം നമ്മൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഉറക്കത്തിൽ നിന്ന് എണീറ്റാലും അല്ലെങ്കിലും നമ്മൾ ഒരാളെയും കുറ്റപ്പെടുത്താനോ എപ്പോഴും ഒരാളോട് വഴക്കിടാനോ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ ഉടനെ മറ്റൊരാളെ കുറ്റം പറയുക, മറ്റൊരാളെ കുറ്റത്തിലേക്ക് എത്തി നോക്കുക, ഇങ്ങനെ ഒരു സ്വഭാവം രാവിലെ തുടക്കത്തിൽ തന്നെ നമ്മൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അന്ന് മുഴുവനും നമ്മളെ സ്വഭാവം അതായിരിക്കും. മറ്റുള്ളവരെ കുറ്റം പറയുക, എപ്പോഴും വഴക്കിടുക, ഇതായിരിക്കും അന്നത്തെ ഒരു സ്വഭാവം. അതുകൊണ്ട് രാവിലെ എണീറ്റ ഉടനെ ഈ രൂപത്തിൽ നമ്മൾ പെരുമാറാൻ പാടില്ല. അതുപോലെ രാവിലെ എണീറ്റ ഉടനെ മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ഞാൻ അടിവരയിട്ട് പറയാനുള്ള കാരണം, ചില ആളുകളൊക്കെ പല്ല് തേക്കാതെ മിസ്വാക്ക് ചെയ്യാതെ ചായ കുടിക്കാറുണ്ട്, കോഫി കുടിക്കാറുണ്ട്, വെള്ളം കുടിക്കാറുണ്ട്. അത്തരം സ്വഭാവം നമ്മൾ മാറ്റി പല്ല് തേച്ചതിന് ശേഷം ചായ കുടിക്കുക, വെള്ളം കുടിക്കുക, കോഫി കുടിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിയുമെങ്കിൽ ചായയും കോഫിയും നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ ചൂടുകാലത്തൊക്കെ കഫീൻ അടങ്ങിയ വെള്ളങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം, കോളകളൊക്കെ നമ്മൾ ഒഴിവാക്കണമെന്ന് ഡോക്ടർമാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ രാവിലെ എണീറ്റ ഉടനെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു കാര്യമാണ് ഫോണിലേക്ക് നോക്കുക എന്നുള്ളത്. ചില ആളുകളുണ്ട് രാവിലെ 5 മണിക്ക് എണീറ്റാല് 1 മണിക്കൂർ മൊബൈൽ ഫോണിൽ ഇങ്ങനെ നോക്കിയിരിക്കും. അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. ചെറിയവരും വലിയവരും ചെയ്യുന്ന ഒരു തെറ്റാണ്. ഇത് ഹദീസിലുണ്ടോ ഖുർആനിലുണ്ടോ എന്ന് ചോദിച്ചാല് ഹദീസിലുമില്ല, ഖുർആനിലുമില്ല. പക്ഷെ ഇതൊക്കെ ഡോക്ടർമാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിദഗ്ധന്മാരായ ഡോക്ടർമാർ ഒരു കാര്യം പറഞ്ഞാൽ അത് സ്വീകരിക്കണമെന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മൊബൈൽ ഫോൺ ഇന്ന് പലർക്കും ലഹരിയായി മാറിയിട്ടുണ്ട്. ഭർത്താവിനേക്കാൾ, മക്കളെക്കാൾ, കുടുംബത്തിനേക്കാൾ മൊബൈൽ ഫോണിനെ പ്രേമിച്ച് നടക്കുന്ന ആളുകളാണ്. ചെറിയവർ മുതൽ വലിയവർ വരെ റീൽസിന് അടിമയായി കൊണ്ടിരിക്കുകയാണ്. നിസ്കാരമില്ല, ഖുർആനില്ല, ഒന്നുമില്ല, ഒരു ഇബാദത്തുമില്ല, മൊബൈൽ ഫോൺ മാത്രം. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മൊബൈൽ ഫോൺ വലിയ ഒരു ലഹരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി രാവിലെ എണീറ്റാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ ഉടനെ നമ്മൾ പറയേണ്ടത് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് വേണ്ടത്. ആ സ്തുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. ഉറക്കമെന്ന് പറയുന്നത് ഒരു മരണമാണ്, മരണത്തിന്റെ ഒരു ഭാഗമാണ് ഉറക്കം. ആ ഉറക്കത്തിൽ നിന്ന് എനിക്ക് ജീവൻ തന്ന അല്ലാഹ്, നിനക്കാണ് സർവസ്തുതിയും. ഇതാണ് അതിന്റെ അർത്ഥം. ഇത് എല്ലാവരും പറയണം, അറിയാത്തവർ പഠിക്കണം, നിർബന്ധമായി നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരണം. അത് രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. വലിയ പ്രതിഫലം നമ്മൾക്ക് ലഭിക്കും. ഇത് അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്, അല്ലാഹുവിന് നന്ദി ചെയ്യുന്നതിന്റെ ഒരു ഭാഗമാണ്. അല്ലാഹുവിന് നന്ദി ചെയ്താൽ ലഇൻ ശകർതും ലഅസീദന്നകും, അല്ലാഹു നമ്മൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകും. അന്നത്തെ ദിവസം വലിയ സന്തോഷമായിരിക്കും, വലിയ റാഹത്തായിരിക്കും, ആനന്ദം നമ്മൾക്ക് ലഭിക്കും. ജോലിക്ക് പോകുന്ന സ്ഥലത്ത് വലിയ സന്തോഷം ഉണ്ടാവും, ജീവിതത്തിലും വീട്ടിലൊക്കെ വലിയ സമാധാനം ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ഈ ഹംദ് രാവിലെ എണീറ്റ ഉടനെ പറയുക. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. അല്ലാഹു പറയാനുള്ള ഭാഗ്യം നൽകട്ടെ. അതോടൊപ്പം തന്നെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ആ ബെഡിൽ ഇരുന്നു കൊണ്ട് നമ്മളെ മുഖമൊന്ന് തടവണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മഹാനായ നബി തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഫസ്തൈഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അള്ളാന്റെ റസൂല് ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ ഫജലസ അവിടെ ഇരിക്കും, യംസഉന്നൗമ അൻ വജ്ഹി ബിയദിഹി റസൂലുള്ളാന്റെ മുഖത്തിൽ നിന്ന് ഉറക്കത്തിന്റെ അടയാളങ്ങളൊക്കെ മാറ്റും, അഥവാ മുഖമൊന്ന് തടവും, ശരീരത്തിനൊരു റാഹത്ത് ഉണ്ടാകാൻ വേണ്ടി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നു. ഇങ്ങനെ ചെയ്താലുള്ള ഗുണമെന്താ? ഉറക്കത്തിൽ നിന്ന് എണീറ്റ് മുഖം തടവിയാലുള്ള ഗുണമെന്താണ്? നല്ല ഉന്മേഷമുണ്ടാകും, നല്ല ചിന്താശേഷി ഉണ്ടാകും. അന്നത്തെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്താലും അതിൽ വലിയ ഖൈറുണ്ടാകും, നമ്മൾ പരാജയപ്പെടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ സുന്നത്തിന്റെ പ്രതിഫലം നമ്മൾക്ക് ലഭിക്കും. കാരണം എന്താ? മുത്തുനബി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് അങ്ങോട്ട് ഓടിപ്പോകല്ല ചെയ്യേണ്ടത്, ഓടിപ്പോയി ബാത്റൂമിൽ ഇരിക്കല്ല വേണ്ടത്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു ഭാഗ്യം നൽകട്ടെ, മുത്തുനബിയെ പിൻപറ്റി ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. തീർന്നിട്ടില്ല. അതുപോലെ അതിരാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ നമ്മളെ രണ്ട് കൈയും വൃത്തിയായി കഴുകണം. നമ്മളെ രണ്ട് കൈയും വൃത്തിയായി നമ്മൾ കഴുകേണ്ടതുണ്ട്. അതിനുശേഷം മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചില ആളുകൾ ചായയൊക്കെ കുടിച്ച് കോഫിയൊക്കെ കുടിച്ച് പത്രമൊക്കെ വായിച്ച് കുറെ കഴിഞ്ഞ് ഒരു 8 മണിക്കാണ് പല്ല് തേക്കുക. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലൗലാ അൻ നശുക്ക അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക്ക്. റസൂലുള്ളാഹി പറയാ, എന്റെ ഉമ്മത്തിങ്ങൾക്ക് പ്രയാസമാകുമായിരുന്നില്ലെങ്കിൽ എല്ലാ നിസ്കാരത്തിന്റെ മുമ്പ് ഒളു കൊടുക്കുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്യാൻ ഞാൻ നിർബന്ധമാക്കുമായിരുന്നു. അത്രയും പ്രിയപ്പെട്ടതാണ് റസൂലുള്ളാഹിക്ക് മിസ്വാക്ക് ചെയ്യുക എന്ന് പറയുന്നത്. റസൂലുള്ളാഹിന്റെ കയ്യിൽ എപ്പോഴും അറാക്ക് ഉണ്ടാകും. മിസ്വാക്ക് ചെയ്യാൻ റസൂലുള്ളാഹി ഉപയോഗിച്ചിരുന്നത് ബ്രഷല്ല, അല്ലാഹുവിന്റെ റസൂൽ അറാക്കാണ് ഉപയോഗിച്ചിരുന്നത്. അത് റസൂലുള്ളാഹിന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ മിസ്വാക്ക് ചെയ്യാതെ നമ്മൾ ഒന്നും ചെയ്യരുത്. ഉളൂ ചെയ്യുന്നതിന്റെ മുമ്പ് നമ്മൾ സുബിസ്കരിക്കുമല്ലോ, അതിന്റെ മുമ്പ് എന്തായാലും പല്ല് തേക്കണം. അത് സുന്നത്താണ്. ഒരുപാട് രോഗങ്ങൾക്ക് അത് മരുന്നാണ്. എങ്ങനെ? മിസ്വാക്ക് ചെയ്യൽ, പല്ല് തേക്കൽ ഒരുപാട് രോഗങ്ങൾക്ക് മരുന്നാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ നമ്മൾ വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവണം. പല്ല് വെച്ച് കഴിഞ്ഞാൽ ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകുക. വലിയ അശുദ്ധിയുള്ള ആളുകൾ അതിൽ നിന്ന് ശുദ്ധിയാവണം, എന്നിട്ട് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുക. അഥവാ ഉളു എടുക്കുക, കുളിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ നല്ല ചൂടുള്ള സമയമാണ്, ശരീരമൊക്കെ ആകെ വിയർത്തിരിക്കുന്ന സമയമാണ്. അപ്പൊ തഹജ്ജുദ് നിസ്കരിക്കുന്നതിന് മുമ്പ്, സുബ്ഹി നിസ്കരിക്കുന്നതിന് മുമ്പ് കഴിയുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ശരീരം വൃത്തിയാക്കുക, ഒന്ന് കുളിക്കുക. കാരണം നമ്മൾ അള്ളാന്റെ മുമ്പിലേക്കാ പോകുന്നത്. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൈയുയർത്താൻ പോവുക, നിസ്കരിക്കാൻ പോവുക. അപ്പൊ ശരീരമൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ നന്നായി വൃത്തിയാക്കുക. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളെ കാണാൻ പോകുമ്പോൾ നമ്മൾ നല്ല അത്തറടിക്കും, കുളിക്കും, നല്ല സുഗന്ധം ഉപയോഗിക്കും, നല്ല ഡ്രസ്സ് ധരിക്കും. അതുപോലെ തന്നെയല്ലേ നമ്മൾ നമ്മളെ റബ്ബിന്റെ മുമ്പിൽ ആദ്യത്തെ നിസ്കാരത്തിന് വേണ്ടി തയ്യാറാകുകയാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ശരീരമൊക്കെ ഒന്ന് വൃത്തിയാക്കുക, കുളിക്കുക, നല്ല ഡ്രസ്സ് ധരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ കുളിച്ച് വൃത്തിയായി ഉളു എടുത്തുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. തഹജ്ജുദ് നിസ്കാരം ദഅബു സ്വാലിഹീൻ, അത് സ്വാലിഹീങ്ങളെ പതിവാണ്. അപ്പൊ നമ്മൾ സ്വാലിഹീങ്ങളാണോ? തഹജ്ജുദ് നിസ്കാരം ജീവിതത്തിൽ പതിവാക്കുക. ഈ ക്ലാസ് കേൾക്കുന്ന ആരെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കുന്നില്ലെങ്കിൽ ഇനി മുതലെങ്കിലും തഹജ്ജുദ് നിസ്കാരം ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞാൽ കുറച്ച് അല്പം സമയം കിട്ടിയാൽ യാസീൻ സൂറത്ത് ഓതുക, അസ്മാഉൽ ഹുസ്ന ചൊല്ലുക. അതുപോലെ തന്നെ അള്ളാഹുവിനോട് നമ്മളെ കാര്യങ്ങളൊക്കെ പറയുക. പ്രത്യേകിച്ച് പരലോകത്തിന്റെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് പറയേണ്ട സമയമാണ് തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയം. അങ്ങനെ തഹജ്ജുദ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് സുബ്ഹി നിസ്കാരത്തിന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. സുബ്ഹി നിസ്കാരത്തിന് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം നമ്മൾ മറക്കരുതേ. അത് ഏറ്റവും പവറുള്ള റവാത്തീബ് നിസ്കാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബിക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. ഒരാൾക്ക് ഈ ദുനിയാവ് മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ഖൈറായത് സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരമാണ്. അപ്പൊ സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തീബ് നിസ്കാരം, ശക്തിയായ സുന്നത്തുള്ളത് നിസ്കരിക്കുക. അത് കഴിഞ്ഞാൽ സുബ്ഹി നിസ്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞു, നമ്മൾ പ്രാർത്ഥിച്ചു, ചൊല്ലേണ്ട ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലിയതിനു ശേഷം പ്രധാനപ്പെട്ട ഒരു ദിക്ർ 3 പ്രാവശ്യം പറയണം. ഏതാണ് ആ ദിക്ർ? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇത് 3 പ്രാവശ്യമാണ് പറയേണ്ടത്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇത് 3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അവനിക്ക് ഒരു ഉപദ്രവവും ഏൽക്കുകയില്ല, ഒരു പ്രയാസവും ഏൽക്കുകയില്ല, വിഷമേൽക്കുകയില്ല, പാമ്പിന്റെ ബുദ്ധിമുട്ടുണ്ടാകൂല, അതുപോലെ തേളിന്റെ ബുദ്ധിമുട്ടുണ്ടാകൂല. ഇത് ജാബിർ ദാരിമിയുടെ വാക്കല്ല, ലോകത്തിന്റെ നേതാവിന്റെ വാക്കാണ്. ഇത് രാവിലെ 3 പ്രാവശ്യം പറയാ, വൈകുന്നേരമായാൽ 3 പ്രാവശ്യം പറയാ. ഈ ദിക്ർ വലിയ കാവലാണ് മുത്തുമുഅ്മിനീങ്ങളെ. ഇത് കാവലിനായി ഹബീബായ തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചതാണ്. എല്ലാവരും ചൊല്ലണം. പ്രത്യേകിച്ച്
പ്രത്യേകിച്ച് ഈ കാലഘട്ടത്ത് ഈ സമയത്ത് എല്ലാവരും ഈ ദിക്ർ രാവിലെ 3 പ്രാവശ്യം വൈകുന്നേരം 3 പ്രാവശ്യം പറയണം. കാരണം പാമ്പ് കടിയേറ്റുകൊണ്ട് എത്ര ആളുകളാണ് മരണപ്പെട്ടത്. ഈ ചൂട് കാലത്ത് പാമ്പുകളൊക്കെ തണുപ്പ് തേടി നമ്മളെ വീടുകളിലേക്ക് വരികയാണ്. കിണറിന്റെ സൈഡിലേക്ക് അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തേക്കൊക്കെ പാമ്പുകൾ വരും, തണുപ്പ് തേടി വരികയാണ്. അതുകൊണ്ട് അവരിൽ നിന്ന് രക്ഷപ്പെടാൻ മുത്തുനബി പഠിപ്പിച്ച ഒരു ദിക്റാണ് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. അല്ലാഹുവേ, ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് വിഷമേൽക്കുന്ന തൊട്ട് പാമ്പുകളെ തൊട്ട് തേളുകളെ തൊട്ട് അങ്ങനെയുള്ള ജന്തുക്കളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ കുടുംബങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ. അതോടൊപ്പം തന്നെ അഊദു ബി കലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, വലിയ കാവലാണ്. അഊദു ബി കലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ഇത് രാവിലെ 3 പ്രാവശ്യം പറയാ, വൈകുന്നേരം 3 പ്രാവശ്യം പറയാ. അല്ല എല്ലാ സമയത്തും പറയാൻ കഴിയോ? എല്ലാ സമയത്തും പറഞ്ഞോ, വലിയ ബറക്കത്തും വലിയ കാവലുണ്ടാകും. അതോടൊപ്പം തന്നെ സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്തുകളുണ്ട്. ലഖദ് ജാഅക്കും തുടങ്ങിയുള്ള അവസാനത്തെ 2 ആയത്തുകൾ നമ്മൾ രാവിലെ 3 പ്രാവശ്യം പറയാ, രാത്രി 3 പ്രാവശ്യം പറയാ. വലിയ കാവല് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് വലിയ ആരിഫീങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ അസ്മാഉൽ ഹുസ്ന ഞാൻ നേരത്തെ പറഞ്ഞു, തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം ചെല്ലാൻ കഴിയുന്ന ആളുകൾ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം പറയാ, അതല്ലെങ്കിൽ സുബ്ഹി നിസ്കാരത്തിന് ശേഷം അസ്മാഉൽ ഹുസ്ന ചൊല്ലുക. അതുപോലെ സുബ്ഹി നിസ്കാരത്തിന് ശേഷം പല ആളുകളും ചെയ്യുന്ന വലിയ ഒരു അബദ്ധമാണ്, തെറ്റാണ് ഉറങ്ങുക എന്നുള്ളത്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണം സപ്ലൈ ചെയ്യുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് പ്രത്യേകമായി ബറക്കത്ത് നൽകുന്ന ഒരു സമയമാണ് സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം. ആ സമയത്ത് നമ്മൾ തഹജ്ജുദും ഇല്ല, സുബ്ഹി ഇല്ല, കടന്നുറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ അല്ലാഹുവിന്റെ കാവലുണ്ടാകും? എങ്ങനെ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകും? നമ്മുടെ ജീവിതത്തിൽ എന്ത് ബറക്കത്ത് ഉണ്ടാവുക? ഒരു ബറക്കത്തും ഉണ്ടാവില്ല. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷമുള്ള ആ ഉറക്കം ഒഴിവാക്കുക. അൽഹംദുലില്ലാ തുമ്മ അൽഹംദുലില്ലാ. നമ്മളെ ഈ ദാറുൽ മുബീൻ മജ്ലിസിൽ രാവിലെ 6 മണിക്ക് വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് അങ്ങ് തുടങ്ങിയപ്പോ, സ്വലാത്തുൽ ഫാത്തിഹ അങ്ങ് തുടങ്ങിയപ്പോ രാവിലെ ഉറങ്ങിയിരുന്ന ഒരുപാട് ഉമ്മമാര് ആ മജ്ലിസിൽ പങ്കെടുക്കുകയാണ്, പുണ്യം നേടുകയാണ്. ഒരുപാട് ഉമ്മമാർക്ക് ആ മജ്ലിസ് കൊണ്ട് ഫലം ലഭിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾക്കും അതിൽ പങ്കെടുക്കാം. കഴിവിന്റെ പരമാവധി പങ്കെടുക്കാത്ത ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. വലിയ ബറക്കത്ത് ഉണ്ടാകും, മഹാന്മാരെ കാവലുണ്ടാകും. മുത്തുനബിയുടെ ആ സാന്നിധ്യം നമ്മളെ മജ്ലിസിലുണ്ട്. കാരണം ഹബീബായ തങ്ങളുടെ മേൽ നമ്മൾ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്നു, മുത്തുനബിയുടെ പേരിൽ നമ്മൾ പ്രത്യേകം ഫാത്തിഹ ഓതുകയാണ്. അള്ളാഹു നിലനിർത്തി തരട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ. അതുകൊണ്ട് രാവിലെ ഉറങ്ങാതെ ആ മജ്ലിസിൽ ഒന്ന് പങ്കെടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത്രയും കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് അതിരാവിലെ എണീറ്റാൽ നാം ചെയ്യേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുസ്ലിമായി മുഅ്മിനായി ജീവിച്ചു മരിക്കാൻ നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ, ഹാജത്തുകൾ നിറവേറ്റി കൊടുക്കട്ടെ. നമ്മളെ മജ്ലിസ്, നമ്മളെ ക്ലാസ് കേൾക്കുന്നവർക്ക് പ്രത്യേക ഖാബൽ അള്ളാഹു നൽകട്ടെ, പ്രത്യേക അനുഗ്രഹം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.